നന്മ ചെയ്യുന്നത് സംസ്കാരമാകണമെന്നും തിരിച്ചു കിട്ടാനാകരുതെന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. അശ്വിനി ഡയഗ്നോസ്റ്റിക് സർവീസസും ജയിൽ റോഡ് സൗത്ത് റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ആരംഭിച്ച സൗജന്യ സംഭാര വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് നഗരം. വഴിയാത്രക്കാർക്ക് ദാഹം അകറ്റാൻ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അശ്വിനി ഡയഗ്നോസ്റ്റിക് സർവീസസും ജയിൽ റോഡ് സൗത്ത് റെസിഡൻസ് അസോസിയേഷനും. പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. അസോസിയേഷൻ ട്രഷറർ VP ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. നന്മ ചെയ്യുന്നത് സംസ്കാരമാകണമെന്നും തിരിച്ചു കിട്ടാനാകരുതെന്നും മേയർ പറഞ്ഞു. നന്മയുടെ ഓരോ തുള്ളി ഈ പ്രദേശത്ത് നിറയുമ്പോൾ നഗരത്തിൽ നന്മയുടെ മഹാസാഗരം പരക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. നന്മ ചെയ്യുക എന്നത് സംസ്കാരമാകണം. അതുകൊണ്ട് എനിക്ക് തിരിച്ചു നന്മ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റമൊക്കെ ചെയ്യുന്ന ആൾക്കാർ തിരിച്ചുകിട്ടുന്നതിന്റെ കുറ്റം ചെയ്യണം അല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാരെ ഓർക്കുക, എന്തിനും പ്രതിഫലം എന്നത് നമ്മൾ കൊടുക്കുന്ന അതേ നാണയത്തിലായിരിക്കില്ല പ്രതിഫലം ലഭിക്കുക. അത് നമ്മുടെ നന്മയുടെ പ്രതിഫലം നന്മ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും ചെയ്യുന്ന ഓരോ തുള്ളി നന്മയും ഈ പ്രദേശം മുഴുവൻ നിറയുമ്പോൾ ഈ പ്രദേശം മുഴുവൻ നന്മയുടെ ഒരു മഹാസാഗരമായിട്ട്. സീനിയർ മാനേജർ ഓപ്പറേഷൻ RK ഷമാസ് അധ്യക്ഷനായി. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ PK നാസർ, ജയിൽ റോഡ് സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് S ശിവദാസൻ, സെക്രട്ടറി PG രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മഴയെത്തും വരെ സംഭാര വിതരണം തുടരുമെന്ന് M ശ്രീകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.